അപ്പം നമുക്ക് ആദ്യം തിന്നണ കേസിൽ തന്നെ തുടങ്ങാം. അപ്പോൾ രാവിലെ എൻ്റെ കൊച്ചിന് ഭയങ്കരമായിട്ടുള്ള വിശപ്പായതുകൊണ്ട് ഞാൻ ഫുഡ് വാങ്ങിച്ച് കൊടുത്തു ഗൈസ്. പാവമല്ലേ, പപ്സൊക്കെ തിന്നിട്ട് അവളൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞ് അന്ന് എനിക്ക് സങ്കടമായി. അപ്പോൾ ഞാൻ അവൾക്ക് പപ്സ് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ക്ലാസ്സിലോട്ട് കയറി. ഞാൻ എങ്ങനെയുണ്ട് ഗൈസ്, ഇന്ന് കൊള്ളാമോ? അവൾക്കിന്ന് വയ്യ ഗൈസ്, അവൾക്ക് നല്ല പനിയുണ്ട്. അതുകൊണ്ട് അവളുടെ മുഖത്ത് ഭയങ്കരമായിട്ടത് കാണാനും ഉണ്ട്. നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു തൊട്ട് നോക്കിയപ്പം, ക്ഷീണമൊക്കെ ഉണ്ടെന്ന് തോന്നി. പക്ഷെ ചിരിയിൽ നമ്മൾ വീഴും ഗൈസ്, ആ ചിരിയിൽ നമ്മൾ വീഴും. അടുത്ത ഈ സാറാണ് നമ്മുടെ കൊമേഴ്സാണ്. എനിക്ക് ഫസ്റ്റ് പീരീഡ് കൊമേഴ്സ് ആയിരുന്നു, 1.3 ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ക്ലാസ്സിലോട്ട് പോയി കഴിയുമ്പോൾ ക്ലാസ്സില്ല, സാറില്ലായിരുന്നു. പക്ഷെ വേറൊരു ക്ലാസ്സിൽ പിടിച്ച് നമ്മളെ ഇരുത്തി. നമ്മളങ്ങനെ കറങ്ങി നടക്കല്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ AC ഇംഗ്ലീഷായിരുന്നു. എന്നാലും അവളെ മുഖം ഒരുമാതിരി എനിക്ക് വിഷമം വരുന്നു കേസ്, പാവല്ലേ. പിന്നെ ഇവളുടെ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. വയ്യെങ്കിൽ എന്ത്, കൊച്ചൊരു ഗായികയാണ്. നമ്മളെ ഫ്രീ ആയിട്ടും നമ്മുടെ ടീച്ചർ പാടാനൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ പാടാമെന്നൊക്കെ വിചാരിച്ച്. ഇവൾ പാടുമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. മൂളിപ്പാട്ടെങ്കിലും അവൾ നന്നായിട്ട് പാടും. അങ്ങനെ നല്ല കഴിവുള്ള ഒരു കൊച്ചാണ്. പക്ഷെ കഴിവൊന്നും പുറത്തു വരില്ല. അങ്ങനെ പിന്നെ പാട്ടൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കത്തെ ചോറും കഴിച്ച് നേരെ നമ്മുടെ നെല്ലിക്ക വാങ്ങിക്കാൻ പോയി. നെല്ലിക്ക ഇല്ലാതെ എന്തായല്ലേ, നെല്ലിക്ക നമുക്ക് മെയിനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ സ്ഥിരം മാമൻ്റെ കടയിൽ പോയി കുറേ നെല്ലിക്കയും മാങ്ങയും ഒക്കെ വാങ്ങിയ ഗൈസ്. നെല്ലിക്ക 4 5 എന്തോ വാങ്ങിച്ച്. പിന്നെ നമ്മൾ മാങ്ങ വാങ്ങി. എങ്ങനെയുണ്ട് ഇവിടെ നിന്ന് കോളേജിൻ്റെ ഒരു വ്യൂ കാണാൻ എന്തെല്ലാം ഒരു ഭംഗി. ഇതാണ് നമ്മുടെ കോളേജ്, 4 വർഷം ഞാൻ പഠിക്കേണ്ട കോളേജ്. അങ്ങനെ അടുത്ത വിഷയത്തിന് വന്നു, മലയാളമായിരുന്നു. അതവിടെ ഇരുന്ന് കഥ പറച്ചിലും ഇതൊക്കെ തന്നെയാണ്. അവളുടെ മുഖം കാണുമ്പോഴാണ് എനിക്ക് വിഷമം, പാവം, വയ്യാത്തതുകൊണ്ട്. അടുത്ത ലാസ്റ്റ് പീരീഡ് ഞാൻ പിന്നെ ക്ലാസ്സിൽ കയറി. നമുക്ക് MDC സുവോളജിയാണ് ഞാൻ എടുത്തത്. എന്തായാലും എടുത്ത് അങ്ങനെ കറങ്ങി തെറ്റി വീട്ടിൽ വന്നപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ കോലം. ആ രാവിലെ ഇരുന്നതും ഇപ്പം ഇരുന്നതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എവിടെയായിരിക്കും ഞാൻ വന്നിട്ടുണ്ടാവുക? പഠിപ്പിക്കാൻ ഹോംവർക്ക് എഴുതുന്ന പാടാണ് ഗൈസ് അത്. അപ്പോൾ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബൈ.